അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ഞാൻ കുറച്ച് നാൾ പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മിഷനറിയായിട്ട് പോയി ജോലി ചെയ്തിട്ടുണ്ട്. പാപ്പുവ ന്യൂ ഗിനി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ല. പേരൊക്കെ കേട്ട് കഴിയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്നാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നത്? അതൊക്കെ എന്നോട്, ഇതിന് ആഫ്രിക്കയുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇത് ഈ സിംഗപ്പൂർ, മലേഷ്യ, സിംഗപ്പൂരൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ 25,000 ദ്വീപുകൾ ചേർന്ന ഇന്തോനേഷ്യയുടെ ഒരു ദ്വീപ് ഇങ്ങനെ വന്ന് സുമാട്ര, ജാവ, ബാലി ഇതെല്ലാം വന്ന് അവസാനിക്കുന്നത് ഇങ്ങനെ നട്ടല് പോലെ ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. 25,000 ദ്വീപുകൾ, വലുതും ചെറുതുമല്ല. ഇതാണ് ഇന്തോനേഷ്യ. അത് വന്ന് അവസാനിക്കുന്നത് ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിൻ്റെ തൊട്ട് മുകളിൽ ഒരു വലിയ ദ്വീപ്, അതിൻ്റെ പകുതിയിൽ വന്ന് അവസാനിക്കുകയാണ്. ആ വലിയ ദ്വീപിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യം. ഒരു ഐലൻഡാണ്, ദ്വീപാണ് പാപ്പുവ ന്യൂ ഗിനിയ. അത് കംപ്ലീറ്റ് അവിടെയുള്ളവരൊക്കെ ക്രൈസ്തവരാണ്. ആ രാജ്യത്ത് എല്ലാവരും ആദിവാസികളാണ്. ആഫ്രിക്കക്കാരെ പോലെ തന്നെ അവരുടെ ഷേപ്പും രൂപവും പ്രകൃതവും എല്ലാം ആദിവാസികളുടെ നാടാണ്. അവരുടെ ഭരണമാണ്, ജനാധിപത്യമാണ്. ഈ പറഞ്ഞ പകുതി ദ്വീപെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 3-4 ഇരട്ടി വലിപ്പമുണ്ട്. അങ്ങനെ ഒരു ദ്വീപ് ശാന്തസമുദ്രത്തിലൊരു തൊട്ട് താഴെ കിടക്കുന്നത് ഓസ്ട്രേലിയ, അയൽ രാജ്യം ഇന്തോനേഷ്യ, മുകളിലേക്ക് പോയ ഫിലിപ്പൈൻസ്, പിന്നെ ആ അങ്ങോട്ട് പോയ ഫിജി തുടങ്ങിയ ശാന്തസമുദ്രത്തിലെ ഒരുപാട് ദ്വീപ് രാഷ്ട്രങ്ങൾ. ഞാനവിടെ ഒരു 4-5 വർഷം മിഷനറി ആയിട്ട് പോയി ജോലി ചെയ്തതാണ്. അപ്പോൾ അവിടെ ആ കാട്ടുമനുഷ്യരുടെ കൂടെ നടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. അവിടെ എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ അഴക്, വിശ്വാസത്തിൻ്റെ മിഴിവ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ആ പാവം മനുഷ്യർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമില്ല, അജ്ഞതയാണ് കൂടുതലായിട്ടുള്ളത്. കാരണം വിദ്യാഭ്യാസത്തിന് കുറവുള്ളത് കൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ കാടാണ് ആ നാട്. കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു രാജ്യം. അതുപോലെ അന്ധവിശ്വാസങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഒരു 4-5 വർഷം അവിടെ കൂടെ ജീവിച്ചതാണ്, കാട്ടുമനുഷ്യരുടെ കൂടെ എല്ലാം. അപ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളെല്ലാം, പക്ഷെ അവരുടെ അന്ധവിശ്വാസം ഞാൻ നോക്കിയിട്ട് നല്ല വിശ്വാസങ്ങളൊക്കെയാണ്. നമ്മളിവിടെ സാക്ഷരതയുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് വിശേഷം, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുടെ കൂടാണ് ഈ നാട്. ഇവിടെ എന്തായാലും നമുക്ക് എവിടെ എന്തായാലും വിദ്യാഭ്യാസം, പള്ളിക്കൂട് എന്തെല്ലാം ഉണ്ട്. സാക്ഷരതയ്ക്ക് വല്ല കുറവുമുണ്ടോ? പക്ഷെ അന്ധവിശ്വാസത്തിന് വല്ല മാറ്റവുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനൊരിക്കലൊരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ധ്യാനത്തിനിടയിൽ രാവിലെ സമയമാണ്, പിള്ളേർ പരീക്ഷ കഴിഞ്ഞിട്ട് കുറേ കൊച്ചു പിള്ളേർ, ഡിഗ്രി പിള്ളേർ, കൊച്ചു കുട്ടികൾ, ഇവരെല്ലാം കൂടെ കുറച്ച് പിള്ളേർ അവരിങ്ങനെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്, തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ ഈ പിള്ളേർ, ഡിഗ്രികൾ, കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നു എൻ്റെ അടുത്തോട്ട് ഓടി വരിക. അതിനകത്തൊരു പെങ്കൊച്ച്, അപ്പോൾ ഇത്രയും പൊക്കവേ ഉള്ളൂ, പക്ഷെ അവരുടെ നാക്കിന് അതിനേക്കാളും നീളമുണ്ട്. കൊച്ചു വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് ജയിക്കും, അതിനെന്നാ സംശയം ഇരിക്കുന്നല്ലേ?
ഇപ്പം ആരെയാലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ് വരെ അസാധ്യമായ കാര്യമാണ്. ആ സ്കൂളിൻ്റെ പരിസരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ ജയിച്ചു പോകും. തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്ന അസാധ്യമായ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ പണ്ടത്തെ വിദ്യാഭ്യാസപ്പെട്ടതാണ് തോൽവിയൊക്കെ, അല്ലേ? ഇപ്പോൾ അത് വല്ല നടപ്പുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ജയിക്കാൻ എന്നാ സംശയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ച് എന്നോട് പറഞ്ഞു, അല്ലച്ചാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറപ്പ് കിട്ടി. ഞാൻ ചോദിച്ചു എന്താ ഉറപ്പ് കിട്ടിയത്? അപ്പം ആ കൊച്ച് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പല്ലി ചലച്ചെന്ന്. പല്ലി ചലച്ച്, നമുക്ക് അങ്ങനെ ഏതാണ്ടൊക്കെ വിശ്വാസം ഉണ്ടല്ലേ? പല്ലി ചലച്ചെന്ന് പറഞ്ഞാൽ അപ്പടി നടക്കും, അത് അതേപടി അച്ചിട്ടാണ്, അതുപോലെയൊക്കെ നടക്കുന്ന ഏതാണ്ടൊക്കെ വിശ്വാസങ്ങളാണ്. അപ്പം ഞാനൊന്നും അറിയത്തില്ലാത്ത പോലെ ഇങ്ങനെ പൊട്ടം കളിച്ച് അത് പല്ലി ചലച്ചു. അതിനിപ്പോൾ എന്നതാണ് പല്ലി ചലച്ച എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ അങ്ങനെയൊക്കെ നിന്ന്. അപ്പോൾ ആ കൊച്ച് വളരെ കണ്ണൊക്കെ ഉരുട്ടി എന്നെ ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി നോക്കുന്നതാണ്. അതിനുശേഷം അടുത്ത് നിൽക്കുന്ന കൊച്ചിനോട് പറയുന്നത് ഞാൻ കേട്ടെ, കൊച്ചച്ഛനാ ബോധമില്ലെന്നാ തോന്നുന്നത്. അല്ല, ആ കൊച്ചിന് ബോധമുണ്ട്, എന്നെ കണ്ടതേ മനസ്സിലായി, വിവരം കെട്ടവനാന്ന്. അപ്പോൾ ഏതായാലും ഈ കുഞ്ഞുങ്ങൾക്ക് ആ വെളിവും വിവരവും പ്രകാശവും വെളിച്ചവും വിവേകവും വകതിരിവും എല്ലാം ഉള്ളത്. അപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഇതാരാ ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ? അപ്പം വലിയ അണുബോംബിൻ്റെ രഹസ്യം പറയുന്ന പോലെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് മമ്മി പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേർക്ക്. ഏതായാലും ഇതാ കൊച്ച് എന്തെല്ലാം അന്ധവിശ്വാസം നമ്മുടെ ഇടയിൽ കിടക്കുന്നു, അല്ലേ? ഇപ്പം ഈ പാപ്പുവാനൂരിക്കാരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഈ പാപ്പുവാനൂരിക്കാർക്ക് അവരുടെ പല അന്ധവിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് ചെന്നപ്പോൾ അത് നല്ല വിശ്വാസമായിട്ട് തോന്നി. അവരുടെ ഒരു വിശ്വാസ രീതി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അവർ ഈ കാരണവന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, മുതിർന്നവരൊക്കെ മരിച്ചാൽ ഈ അടുത്ത കാലം വരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്നാണെന്നറിയാവോ? കേട്ടിട്ട് നല്ലതാണെങ്കിൽ ചെയ്തോളുക. അവർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്, മരിച്ച മനുഷ്യൻ്റെ ശരീരം ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ കളിമണ്ണ് തേച്ച് മണ്ണ് തേച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും, മീനൊക്കെ ഉണക്കുന്നത്. അതിനുശേഷം മക്കൾ ചെയ്യുന്ന പരിപാടി ആ ശരീരം എടുത്തുകൊണ്ട് പോവുക, ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. ഉണക്കിയെടുത്ത അവരുടെ അപ്പനമ്മമാരുടെ മൃതശരീരങ്ങളൊക്കെ ഉണക്കിയേ എന്നിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കയറ് വടം വള്ളിയെല്ലാം ഇട്ട് കെട്ടി വലിയ ഉയരമുള്ള മരങ്ങളുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കെട്ടിവെക്കും. ഇങ്ങനെ പലരും മണ്ടേ പോയി ഇരിപ്പുണ്ട് അങ്ങനെ കൈയൊക്കെ വിരിച്ച് പിടിച്ച്. അപ്പോൾ അവരുടെ കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ അടുത്ത കാലം വരെ. ഇപ്പം അതൊക്കെ മാറി വരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർക്കത് വലിയ ഇഷ്ടം അതൊക്കെ പറഞ്ഞു തരാം. അപ്പം പറഞ്ഞ അച്ഛാ അതെ 2 കാര്യത്തിനാണ് ഞങ്ങളുടെ കാരണവന്മാർ അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞ അച്ഛാ, ഒന്നാമത്തെ സംഗതി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു ചിന്ത. ഞങ്ങളുടെ വില്ലേജിനെ, ഗ്രാമത്തെ, കൃഷിസ്ഥലങ്ങളെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ആര് മുകളിലിരിപ്പുണ്ട്? കാരണവന്മാരിരിപ്പുണ്ട്, നമ്മുടെ പിതാക്കൾ. എന്തൊരു നല്ല ചിന്തയാണ്, നല്ല കാര്യമല്ലേ? എന്നെ തന്നെ തെറ്റിരിക്കുന്നു. രണ്ടാമത്തെ ചിന്തയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അവർ പറഞ്ഞാ കർത്താവിൻ്റെ 2ാം വരവ്, അതായത് കണ്ടോ അവർക്ക് ആ പാവങ്ങൾക്ക് വലിയ പഠനമോ പരീക്ഷകളോ വിശ്വാസ പരിശീലനമോ ഒന്നും കിട്ടിയിട്ടില്ല കിടക്കുന്ന. പക്ഷെ അവർക്കൊക്കെ വിശ്വാസത്തിന് വെളിച്ചം നന്നായിട്ടുണ്ട്. അവർ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ 2ാം വരവ്, അതായത് സ്വർഗം തുറക്കപ്പെടുമ്പോൾ അച്ഛാ പെട്ടെന്ന് സ്വർഗത്തിലോട്ട് ചാടിക്കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും, താഴെ പോകാതെ കയറി പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റും? എന്ത് നല്ല കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ അവിടെ വല്ലതും കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു. ആ കാട്ടിലെ പപ്പുവാനുഗിനിയിൽ അവരെ നമ്മളെ ഈ പരുവത്തിലൊക്കെ ആക്കി മരത്തിൻ്റെ മണ്ടയിലൊക്കെ കൊണ്ടുപോയി വെച്ചോളും, പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്. ഇവിടെയൊക്കെ വന്ന് മരിച്ചാലുള്ള പ്രശ്നം, ഇപ്പം ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഈ കുപ്പായം തിരുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച്, അല്ലേ, വലിയ ഈട്ടി കൊണ്ടുള്ള പെട്ടിക്കകത്ത് വെച്ച് കയ്യിൽ കാസായും പീലാസയും എല്ലാം പിടിപ്പിച്ച്, അല്ലെ, ഉള്ള പെട്ടിയുടെ ഉള്ള കുറ്റിയെല്ലാം ഇട്ട് മണ്ണുമായിട്ട് തൊടാതെ കോൺക്രീറ്റിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക. എൻ്റെ ദൈവം, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ വണ്ണമുള്ള ഒരു സ്ലാബും കൂടെ എടുത്തു വെക്കും. അതിൻ്റെ പുറത്ത് എഴുതി വയ്ക്കും RIP. എന്താണ് അതിൻ്റെ അർത്ഥം? RIPയുടെ അർത്ഥം എന്നാ? റെസ്റ്റ് ഇൻ പീസ് അല്ലേ? എനിക്ക് തോന്നുന്നത് അതല്ല. RIP രാത്രി ഇറങ്ങി പോകരുത് എന്നെല്ലാമാണ് എഴുതി വെക്കുന്നത്. ഈ അന്ത്യവിധിയുടെ ദിവസത്തിലൊക്കെ നമ്മൾ പുറത്ത് വരാൻ സമയമെടുക്കും. ഈ പെട്ടിയൊക്കെ പൊട്ടിക്കണം, നമ്മുടെ മുകളിൽ വേറെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണും, അയാളൊക്കെ ഒന്തി മാറ്റണം, സ്ലാബൊക്കെ അല്ല തകർക്കണം. നമ്മൾ കേരളക്കാർ ഈ പറഞ്ഞ കുഴിയുടെ മുകളിലെത്തുമ്പോഴത്തേക്കും പാപ്പുവ ന്യൂഗിനിക്കാർ പരലോകത്ത് ചെന്നിരിക്കും. ഇപ്പോഴവർ പോയിരിക്കുക പകുതി വഴിക്ക്. എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ വിശ്വാസം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസങ്ങളാണ് ആ പാവ മനുഷ്യർക്കുള്ളത്.
ഞാനതൊക്കെ കണ്ട് അത്ഭുതപ്പെടുക ചെയ്തത്. ഇതിനെയൊക്കെ അന്ധവിശ്വാസമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ നല്ല വിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെയൊക്കെ വിശ്വാസം, ഞാൻ ഒരു ദിവസം കാട്ടിൽ പാതിരാത്രിയിൽ അവരുണ്ടാക്കി തരുന്ന ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. ആ കുടിലിന് നടുക്ക് ഒരു ചെറിയ അടുപ്പുണ്ടാകും. ഈ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന കാറ്റക്കിസ്റ്റുമാർ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ പോലുള്ള അവരാ കൂടെ ഉണ്ടാകും. അവരെപ്പോഴും അവർ രാത്രി വരും കൂട്ടിരിക്കാനായിട്ട്. അവർ പിടിച്ച പന്നിയെലിയെയും പാമ്പിനെയും പന്നിയെയും പക്ഷിമൃഗാദികളും മുട്ടയും പുഴുവും അവരെന്തെല്ലാം തിന്നും അതെല്ലാം ആയിട്ട് വരും. അതെല്ലാം അടുപ്പിലിട്ട് ചുട്ട് എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം അടുപ്പിൻ്റെ ചോട്ടിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ബെഡോ ഇതുപോലെ തന്നെ എന്നാ തലയണയോ ഇങ്ങനെയുള്ള യാതൊരു സംവിധാനമില്ല. അടുപ്പം മുട്ടി കിടന്ന് ഉറങ്ങുന്നു. അവരുണ്ട്, അവരുടെ കൊണ്ടുവന്ന പന്നിയുണ്ട്, പട്ടി കുഞ്ഞുണ്ട്, എല്ലാം കുഞ്ഞും അവിടെ കിടപ്പുണ്ട്. ഞാനൊരു ദിവസം രാത്രി നോക്കിയപ്പോൾ എൻ്റെ തല നല്ല തലയണയിലിരിക്കുന്ന നല്ല കുഷ്യനെ വെച്ചിരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തെൻ്റെ പിന്നെ ഇത് കേരളമൊന്നും അല്ലല്ലോ, ഇത് ബെഡും ബെഡ്ഷീറ്റും കിടക്കുകയും തലയണയൊന്നും ഇല്ലാതെയാണ് കിടന്നത്. ഇതാരാ കൊണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ ഓർത്തു. ഇനി വല്ല ദൈവദൂതം കൊണ്ടെന്ന് വെച്ചതാണോ ഏതും തോന്നിയപ്പോൾ അത് അവസാനം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒന്നാം തരം ഒരു പന്നിയുടെ വയറേല എൻ്റെ തലയിരിക്കുന്നു. നല്ല ചൂടൊക്കെ ഉണ്ട്. ഞാൻ സുഖമായിട്ട് അവിടെ തന്നെ കിടന്നു വെച്ചു. അപ്പോൾ ഇതുപോലെയുള്ള പാവം മനുഷ്യർ. എൻ്റെ ദൈവം ഇങ്ങനെ ഒരു ദിവസം ആ കാട്ടിലേക്ക് അവരുണ്ടാക്കി തന്ന കുടിലിരിക്കുമ്പോൾ കുറേ ആളുകൾ, ഈ ഉൾക്കാട്ടിൽ നിന്ന് കുറേ ആളുകൾ വരുന്നുണ്ട്. അവർ വരുന്നു. അപ്പം ഞാൻ എൻ്റെ സഹായിയോട് പറഞ്ഞു, കാറ്റക്കിസ്റ്റിനോട് പറഞ്ഞു, പോയി അന്വേഷിക്കുക ആരാ എന്താ. കാരണം അവർക്ക് അവരുടേതായൊരു ഭാഷയുണ്ട്. നമ്മളവിടെ കുർബാനയെല്ലാം ചെല്ലുന്ന അവരുടെ ദേശീയ ഭാഷ, നാഷണൽ ലാംഗ്വേജ് പിജിൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രത്യേക ഇംഗ്ലീഷാണ്. അതിലാ കുർബാനയും അറിയിപ്പും പ്രസംഗമല്ല നമ്മൾ പറയുന്നത്. അവർക്ക് അവരുടേതായ നൂറുകണക്കിന് ഭാഷകളുണ്ട്. അതുകൊണ്ട് നമുക്കതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനൊന്നും പറ്റിയല്ല. അപ്പം ഞാൻ പറഞ്ഞു, പോയി ചോദിക്കും ഇവരെന്തിനാണ് വരുന്നത് കാട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ കാറ്റക്കിസ്റ്റ് എൻ്റെ സഹായി പോയി ചോദിച്ചു പറഞ്ഞു, അച്ഛാ അത് അവരങ്ങ് അകലെ കാട്ടിൽ നിന്ന് വരുന്നതാണ്. അവിടെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ഒന്നുമില്ല. എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ്റെ അടുത്തേക്കാണ് ഓടി വരിക. എന്തായാലും അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടനെ ഒരു പ്രത്യേക റേഡിയോ സമ്പ്രദായം, അതുകൊണ്ട് വിളിച്ച് ടൗണിലോട്ടൊക്കെ വിളിച്ചറിയിച്ച് അവർ പ്ലെയിന് ഒക്കെ കൊണ്ടുവന്ന് അതേ കയറ്റി കൊണ്ടുപോകും. ഇത് ഈ പാതിരാത്രി ചെയ്യാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ വന്നിരിക്കുകയാണ്. അച്ഛാ ഒരു സ്ത്രീ പ്രസവ ക്ലേശത്തിലാണ്, പ്രസവം നടക്കുന്നില്ല, അസ്വസ്ഥതയാണ് അച്ഛാ. അതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നതിന് കാരണം അച്ഛൻ്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് അവർ പറയുന്നു. കാറ്റക്കിസ്റ്റ് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഇതാണ് പ്രശ്നം, അച്ഛൻ്റെ അടുത്ത് പ്രസവത്തിനുള്ള മരുന്ന്. എൻ്റെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ മരുന്ന് മാത്രം കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്നാ മരുന്ന് അവർ ഉദ്ദേശിക്കുക, എൻ്റെ പിടിയും കിട്ടുന്നില്ല. അവസാനം ഞാൻ കാറ്റക്കിസ്റ്റ് പോയി ഒന്നോടെ പോയി ചോദിച്ച് മനസ്സിലാക്കിയത് എന്ത് മരുന്നാണ്. അവർ മെഡിസിൻ, അവന് മറാസിൻ എന്നൊക്കെ എന്ത് മറാസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പോയി ചോദിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവർ ഉദ്ദേശിക്കുന്ന ഇതാണ്. അവർക്ക് നമ്മുടെ ഭാഷയും കാസാന്നോ പീലാസ നമ്മുടെ വാക്കൊന്നും അവർക്കറിയത്തില്ലോ. അച്ഛൻ രാവിലെ ആ പ്രാർത്ഥന ഒക്കെ ചെല്ലുള്ളൂ, കുർബാന അവർ ഉദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാന. അപ്പോൾ ആ ഉപയോഗിക്കുന്ന പാത്രം, ആ പാത്രത്തിൽ കാസായ ഉദ്ദേശിക്കുന്ന ആ കാസയിൽ അല്പം വെള്ളം ഒഴിക്കണം, വെള്ളം. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കൊടുക്കണം. അതാണ് മെഡിസിൻ, അതാണ് മരുന്ന്, അതാണ് മറാസിൻ. എൻ്റെ ദൈവമേ, ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ വിശ്വാസത്തിന് ആഴം, അഴക്, മിഴിവ്. അച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലിയ ആ കാസയിൽ ഒഴിച്ച വെള്ളം മരുന്നാണെന്ന്, ഔഷധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പരിശീലനവും കിട്ടിയിട്ടില്ലാത്ത പാപ്പുവ ന്യൂഗിനിയിലെ കാട്ടുമനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമേ, ഞാൻ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ട് അത്ഭുതപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്തോണം, ഏറ്റവും അധികം അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും അധികം വിശ്വാസമുള്ള മേഖലകളിലാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, അവരുടെ അവിശ്വാസ നിമിത്തം അവന് അവിടെ ഏറെയൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്ന് സ്വന്തം നാട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം നാട്ടിൽ ഈശോയെക്കുറിച്ച് ഒരു മതിപ്പ്, അവനാ തച്ചൻ്റെ മകനല്ലേ, അവനാ തച്ചൻ്റെ. പണ്ടൊരച്ഛനെ പ്രായം ചെന്ന അച്ഛനെ സുവിശേഷഭാവം വായിക്കുക. അപ്പം അച്ഛനെ കണ്ണ് പിടിക്കുന്നില്ല. വായിച്ചപ്പോൾ അച്ഛൻ വായിച്ചു, ഇവനാ തങ്കച്ചൻ്റെ മകനല്ല എന്നാണ്. അല്ലേ? അപ്പോൾ എല്ലാവരും അവിടെ ഒരു തങ്കച്ചൻ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അവൻ്റെ നേരെ നോക്കാം, ഇവൻ്റെ മകനാണോ, അത് കൊള്ളാം. ഏതറിയാ ജനങ്ങളുടെ ഇവനാ തച്ചൻ്റെ മകൻ, ഇവനാ മരയാശേരിയുടെ മകനല്ലേ, ഇവനെന്ത് കഴിവ് കണ്ടില്ലേ. അതിപരിചയമുണ്ടാക്കുന്ന അനാസ്ഥ, അവരുടെ അവിശ്വാസ നിമിത്തം അവനവിടെ ഏറെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, അവിശ്വാസികളുടെ നടുവിൽ ഒടേതമ്പുരാൻ പോലും നിസ്സഹായനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അധിക വിശ്വാസമുള്ളിടത്ത് അധികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്.
ഞാൻ അത്ഭുതപ്പെട്ട ഈ പാവം മനുഷ്യരുടെ വിശ്വാസത്തെ പരിശീലനം ഇവർക്ക് ഒരു പരിശീലന സത്യത്തിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഈ കേരള സഭയിൽ എന്തുമാത്രം സംവിധാനങ്ങളാണ്, ധ്യാന സെൻ്ററുകളായിട്ട്, ധ്യാനങ്ങൾ, വ്യത്യസ്തമായ ധ്യാനങ്ങളായിട്ട്, വൈദികർ, സമർപ്പിതർ. എൻ്റെ ദൈവമേ, ഇത്രയും സമ്പന്നമായ സഭ എവിടെയുണ്ട്? ആരാധനാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, നിത്യാരാധന കേന്ദ്രങ്ങൾ, ഇതുപോലെ സമ്പത്ത്, ആത്മീയ സമ്പത്തും സമൃദ്ധിയുമുള്ള നാട് ഇവിടെയുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കണം. പക്ഷെ അതിൻ്റെ വ്യത്യസ്തത നമ്മൾക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഈ പറഞ്ഞ ആ പാപ്പുവാനുവനിക്കാരോട് ഇത് കാരുണ്യ വർഷമാണ്, അല്ലെ സമർപ്പിത വർഷമാണ്, അല്ലെ പുരോഹിത വർഷമാണ്, അല്ലെ വിശ്വാസ വർഷമാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഇത് എന്ത് വർഷമാണെന്ന് അവർ നമ്മളോട് ചോദിക്കും. ഇത് 2015 2015 അതെന്നാണെന്ന് അങ്ങോട്ട് ചോദിക്കും. ഇവർക്ക് വർഷവും അറിയത്തില്ല, ഡേറ്റും അറിയത്തില്ല. അവർക്ക് ഈ ഒരു പരിശീലനവും ഇല്ല. ഇവിടെയാണ് പരിശീലനത്തോട് പരിശീലനമാണ്. ഞാൻ അച്ഛനായിട്ട് ഒരു പള്ളിയിൽ, ആദ്യം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പള്ളിയിലാണ് കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുർബാന എപ്പോഴും രാവിലെ വന്ന് കുർബാനയ്ക്ക് വിടുന്ന ഒരാൾ, ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ട്. കുർബാന കഴിഞ്ഞ് വരും, സരസമായിട്ടൊക്കെ ഒത്തിരി സംസാരിക്കും. അപ്പം ഒരാഴ്ച അദ്ദേഹത്തെ കണ്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ കണ്ടപ്പോൾ എവിടെ പോയി, എന്ത് പറ്റി? പറഞ്ഞു, എന്താ വെച്ചാൽ ഞാനൊരു കോഴ്സിന് പോയതാണ്. കോഴ്സ്? ഞാൻ എന്ത് കോഴ്സ്? സെമിനാറോ കോഴ്സ്? ഞാൻ എന്താണ്, എന്ത് കോഴ്സിന് പോയതാണ്? പറഞ്ഞു, വെച്ചാൽ അതെ, ഞങ്ങൾ പ്രായം ചെന്നവർക്കുള്ള ഒരു കോഴ്സായിരുന്നു. പ്രായം ചെന്നവരെയും വീട്ടിലിരുത്തുകയല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ നടത്തിയത്, എന്തിനെക്കുറിച്ചാണ്? പറഞ്ഞു, വെച്ചാൽ അതെ, പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. എന്തൊരു സുഖേടാണ്. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നവരെ വിളിച്ചു വരുത്തി പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ പറഞ്ഞു തന്നത്? ഒന്നാമത്തെ ലക്ഷണം എന്നതാ പ്രായമാകുന്നതിൻ്റെ? പറഞ്ഞു, വെച്ചാൽ ഒന്നാമത്തെ ലക്ഷണം അവർ പറഞ്ഞ മറവി. ഓ അത് ശരി, അൾഷിമേഴ്സൊക്കെ ബാധിക്കും, മറവിയൊക്കെ ബാധിക്കുമെന്നാണ്. ഓ അത് ശരി. ഞാൻ പറയും, പിന്നെ എന്താ രോഗം? രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ ലക്ഷണം പ്രായമാകുന്നതിൻ്റെ. ഇപ്പോൾ പുള്ളി തലയിലൊക്കെ ചൊറിയാൻ തുടങ്ങി, മേലോട്ട് നോക്കി കീഴോട്ട് നോക്കി പറഞ്ഞ് എന്നെ അത് മറന്നുപോയെന്ന് പറഞ്ഞു. കോഴ്സ് വളരെ സക്സസ്ഫുള്ളായിരുന്നു, വളരെ വിജയപ്രദം. നമുക്കിവിടെ കോഴ്സുകൾ, സെമിനാറുകൾ, ധ്യാനങ്ങൾ, എൻ്റെ ദൈവമേ എന്തിനാണ് പഞ്ഞം? ആ പാവം കാട്ടുമനുഷ്യർക്ക് ഇതൊന്നുമില്ല. ആ കാട്ടുമനുഷ്യർക്ക് ഇതൊന്നുമില്ല. അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. പക്ഷെ പ്രിയപ്പെട്ടവർ, അവരുടെ വിശ്വാസം അധികമാണ്. വലിയ വിശ്വാസം, വലിയ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ഞാൻ അവരുടെ വിശ്വാസം കണ്ട് അവരുടെ മുമ്പിൽ ചെന്ന്, എൻ്റെ കുഞ്ഞു പള്ളിയിൽ ചെന്ന് കാസയൊക്കെ എടുത്തവരെ കാണിച്ച്, വെള്ളമെല്ലാം ഒഴിച്ച്, അവരുടെ ഭാഷയിൽ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി, കന്നാമ്പെള്ളമൊക്കെ തളിച്ച് അവർക്ക് അവരുടെ കുപ്പിയിൽ ഒഴിച്ച് ഞാൻ കൊടുത്തു വിടുക. അവർ വലിയ പൂജ്യതയോടെ, ആദരവോടെ ആ കുപ്പിയെല്ലാം വാങ്ങിച്ച് താങ്ക് യു ത്രൂ പാത്തർ എന്ന് പറയാം, അച്ഛാ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോകുന്നതുണ്ട് കാട്ടിലേക്ക്. ഞാൻ അവരുടെ അത്ഭുതത്തോടെ അതെല്ലാം ധ്യാനിച്ച് ഞാൻ രാത്രിയിലിരുന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുപള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കുറേ മനുഷ്യരവിടെ കൂട്ടി നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ, ഇവിടുന്ന്? പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രിയിൽ അച്ഛൻ്റെ അടുത്ത് മരുന്ന് വാങ്ങാൻ വന്നതാ ഞങ്ങളൊക്കെ. ഞാൻ ചോദിച്ചു, മരുന്ന് കൊടുത്തോ? പറഞ്ഞു, അച്ഛാ കൊടുത്തു. സുഖപ്രസവം, അമ്മയും കുഞ്ഞുമെല്ലാം സുഖമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രജാ ബീഗ് പാല, ദൈവത്തിനും അച്ഛനും നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ വിശ്വാസം എവിടെ കിടക്കുന്നു? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ചിന്തിക്കേണ്ടതാണ്. ഇപ്പോഴാണ് വലിയ വിശ്വാസമുള്ളിടത്ത് വലിയ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ കണ്ടോ, അവർ ഒരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ ഉടനെ അച്ഛൻ്റെ അടുത്തായിട്ട് വരികയാണ്. ഈ പറഞ്ഞ വൈദികൻ്റെ അരികിലേക്ക് വരികയാണ്. വൈദികനൊരു വൈദ്യനും കൂടിയാണെന്നുള്ള തിരിച്ചറിവ് ആ പാവപ്പെട്ട മനുഷ്യർക്കുണ്ട്. വൈദികനൊരു വൈദ്യനാണ്, അല്ലെങ്കിൽ വൈദ്യനും കൂടി ആകണം. ആ വലിയ ബോധ്യം ആ പാവപ്പെട്ട പാപ്പുവാനുഗിനി മനുഷ്യർക്കുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ കാട്ടിൽ കൂടി നടന്നപ്പോഴുണ്ടായ വലിയ സംഭവങ്ങൾ, ഈ മനുഷ്യർ എന്തെല്ലാം സംഭവങ്ങൾ, ഇതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വേറെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഈ കാട്ടിൽ കൂടെ നടക്കണം, മൈലുകൾ നടക്കണം, ദിവസങ്ങൾ നടക്കണം. ഈ പറഞ്ഞ ഒരു വില്ലേജിലൊക്കെ ചെല്ലാനായിട്ട് അത് 5 ദിവസമൊക്കെ കൊടും കാട്ടിൽ കൂടി ഈ പറഞ്ഞ ചതുപ്പിലെല്ലാം ചാടി, തോട്ടപ്പുഴുവെല്ലാം കടിച്ച്, ഉള്ള ആറ്റിലും തോട്ടിലുമെല്ലാം മുങ്ങി, ഇങ്ങനെയെല്ലാമാണ് ഉള്ള മുള്ളും മുൾച്ചെടികളും എല്ലാം താണ്ടി ഈ പറഞ്ഞ പാറപ്പുറത്തോടെ എല്ലാം നടന്ന് തെന്നിത്തെറിച്ച് വീണ് ഒരു വിധത്തിലാണ് ഒരു സ്ഥലത്തൊക്കെ ചെല്ലുക. ഞാനൊരു ദിവസം മടുത്ത് തളർന്ന് അവശനായിട്ടിരിക്കുക. എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മസിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ കാട്ടിൽ ചെന്നപ്പോഴാണ്. ഞാൻ മടുത്തിരിക്കുക, പറഞ്ഞു നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് ഇരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ ഇപ്പം മരുന്ന് കൊണ്ടുവരാം. മരുന്ന് അവർക്ക് ഇലകളെല്ലാം മരുന്നാണ്, ഇലച്ചെടികളെല്ലാം മരുന്നാണ്. ഒരു സാൻഡ് പേപ്പർ പോലെ ഒരു പ്രത്യേക ഒരു ഇലയുണ്ട്, സലാത്ത് എന്ന് പറയും. ആ മരുന്ന് അത് അവരുടെ എല്ലാം വീട്ടിലുണ്ട്.
ആ ഇല കുറേ കൊണ്ടുവന്ന് അവരിങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും അവരെ ഇല പിടിച്ച് ഇങ്ങനെ തിരുമുന്നതാണ്. സർവ്വരോഗ സംഹാരിയായ ഒരു മരുന്നാണത്. അപ്പം ഞാനിങ്ങനെ വേദനിച്ചിരിക്കുകയാണ്, മസിലെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവരുടനെ തന്നെ പോയി കുറേ വട്ടയില, കുറേ പച്ച ഇലയെല്ലാം പറിച്ചുകൊണ്ട് വരുന്നതുണ്ട്. ഞാൻ എൻ്റെ ടീഷർട്ടെല്ലാം പറിച്ച് കളഞ്ഞു, വേദനയുള്ള ഭാഗമെല്ലാം കാണിച്ചു കൊടുക്കുക. അവർ വളരെ മനസ്സലിവോടുകൂടി എൻ്റെ മസിലെല്ലാം ആ ഇലയിട്ട് തിരുമ്പുകയാണ്. സാൻഡ് പേപ്പർ പിടിക്കുന്ന പോലെ ഇങ്ങനെ തിരുമ്പുന്നുണ്ട്. ഇയാൾ ഓരോ നിമിഷം കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പുറതിയില്ല, കിടക്കപ്പുറതിയില്ല, നിൽക്കപ്പുറതിയില്ല, ഒന്നാം തരം ചൊറിച്ചിലാണ്, ഒന്നാം തരം ചൊറിയണമാവണമെന്ന് തേച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ചാടുന്നു, മറയുന്നു, തുള്ളുന്നു, കരയുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മസിൽ വേദനയും പോയി, എൻ്റെ ശ്രദ്ധ മുഴുവൻ ചൊറിച്ചിലായി. അപ്പം മറ്റേ വേദന മറന്നു. ഒരു വേദനയെ വേറൊരു വേദന കൊണ്ട് ഇല്ലാതാക്കുന്ന മറുമരുന്ന്, മഹാമന്ത്രം. ഇതൊക്കെ വീട്ടിൽ കാണും, പറമ്പിലൊക്കെ കുറേ പറിച്ച് തിരുമിക്കൂ. എൻ്റെ ദൈവമേ, എന്തൊരു നല്ല മനുഷ്യരായിരുന്നു അവർ. അപ്പോൾ ഈ കാട്ടിക്കോടെയെല്ലാം നടക്കുക, എന്തെല്ലാം അനുഭവങ്ങൾ ആ കാടെനിക്ക് സമ്മാനിച്ചു. സത്യത്തിൽ ഞാൻ ആ കാട്ടിലിരുന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. അവരുടെ അമ്മമാർ വലിയ ബില്ലും ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയുടെ അകത്താണ് അവരുടെ പട്ടിക്കുഞ്ഞിനെയും പന്നിക്കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനെയും ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളോടെ ഒന്നിച്ചാണ് വളരുന്നത്. പട്ടിക്കുഞ്ഞ്, മനുഷ്യക്കുഞ്ഞ്, പന്നിക്കുഞ്ഞ്, എല്ലാ കുഞ്ഞുങ്ങളോടെ ബില്ലും ആ സഞ്ചിക്കകത്താണ് കിടക്കുന്ന അമ്മമാരുടെ. എൻ്റെ ദൈവമേ, അങ്ങനെ അന്ന് ഇവരാണ് ശരിക്കും പാരിസ്ഥിതികത, ഈ പ്രപഞ്ചമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താളത്തോടെ പോകുന്ന അവരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ഞാൻ കണ്ടതുപോലെ കുർബാന ചെല്ലുക. അവരുടെ കാട്ടിലൊരു കുഞ്ഞ് ഇതുപോലെ പള്ളിയൊന്നുമല്ല, ചെറിയൊരു ഷെഡിൽ കുർബാന ചെല്ലുന്നപ്പോൾ അവർ തടിയൊക്കെ വെട്ടിയിട്ടാലും കല്ലുപുറത്തൊക്കെ വന്നവരിയ്ക്കും. അപ്പോൾ ഒരു അമ്മച്ചി ആ സഞ്ചിയൊക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ആ സഞ്ചിക്കകത്തുനിന്ന് ആദ്യം സ്വന്തം കൊച്ചിനെ എടുത്തു, മുല കൊടുക്കുന്നു. എന്നിട്ട് ഒരു പന്നിക്കുഞ്ഞിനെ എടുത്തു, അതിനും മുല കൊടുക്കുന്നു. 2 കുഞ്ഞിനും മുല കൊടുത്തോണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വലിയ അസാധാരണമായ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ പൊക്കോണം പാപ്പുവ ന്യൂഗിനിക്ക്, വിട്ടു പൊക്കോണം എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ജീവിത അനുഭവങ്ങൾ. ഇതുപോലെ അനുഭവങ്ങൾ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ഇത് വേറെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലോ വേറൊരു മിഷനിൽ ചെന്നാൽ കിട്ടാത്ത അസാധാരണമായ അപൂർവ അനുഭവങ്ങൾ എനിക്ക് ആ കാട് സമ്മാനിച്ചു. സത്യത്തിൽ ഞാൻ ആ കാട്ടിലിരുന്നാണ് തിരുവചനം ഏറെ ഇരുന്ന് പഠിച്ചത്. ബൈബിളിരുന്ന് ഞാൻ ഏറെ വായിച്ചത് ആ കാട്ടിലിരുന്നാണ്. പാപ്പുവ ന്യൂഗിനിയുടെ വനാന്തരങ്ങളിൽ ഞാൻ രാവിലെ ആയിട്ട് പോകും, ഏതെങ്കിലും മരച്ചുവട്ടിലോ എവിടെയെങ്കിലും പോയിരുന്ന് ചുമ്മാ ബൈബിളിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഞാൻ ഒരുപാടിരുന്ന് വായിച്ചിട്ടുണ്ട് ബൈബിള് ആ കാട്ടിലിരുന്ന്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വെളിച്ചം തരുന്നത് അന്ന് വായിച്ച തിരുവചനങ്ങളുടെ സമൃദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് അതുപോലെ ആ കാട്ടിലൊരു ദിവസം ഉൾക്കാട്ടിൽ അവിടെ കുറച്ച് കത്തോലിക്കർ ആ രൂപതയിൽ ഉൾക്കാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞു. ബിഷപ്പ് ഇറ്റാലിയൻ ബിഷപ്പാണ്. അദ്ദേഹത്തിന് കീഴിലാണ് ഞങ്ങൾ CMI വൈദികരുണ്ട്, മദർ തെരേസാക്കാർ സിസ്റ്റേഴ്സ് ഉണ്ട്, ഹെറാൾഡോ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ സന്യാസ നമ്മുടെ അച്ഛന്മാരുണ്ട്. പിന്നെ ഒരുപാട് വൈദികർ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഈ ബിഷപ്പിനെ കീഴെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഷപ്പിന് കാട്ടിൽ എവിടെയെങ്കിലും നമ്മൾ ആരുടെ ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് അത്രയും ശ്രദ്ധയാണ്, കരുണയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛനെ പറഞ്ഞു വിടുകയാണ്, അച്ഛാ കാട്ടിൽ പോയി അന്വേഷിക്കുക, കാട്ടിലുള്ള മനുഷ്യരെ അന്വേഷിച്ചിട്ട് വരണം. അപ്പം ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊച്ചു പ്ലെയിനേലൊക്കെ ഉള്ളിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ, നടന്നു പോകാൻ പറ്റുകയില്ല. അപ്പോഴങ്ങനെ കാട്ടിക്കൊണ്ടേ ഇറക്കി വിട്ടു. പ്ലെയിനൊക്കെ നാളെ വരുമെന്നും പറഞ്ഞു പോയി, കൊച്ചു പ്ലെയിന്. പിന്നെ ഇത് അവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും, അപ്പം പ്ലെയിനൊന്നും വരണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് ആകെപ്പാടെ ഇട്ടുകൊണ്ട് പോയ ഒരു ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ ഉള്ളൂ. കാരണം ഒരു ദിവസത്തേക്കല്ലേ, അവിടെയുള്ള ആളുകളുടെ എണ്ണമൊക്കെ എടുത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന. പക്ഷേ ഒരാഴ്ച പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ പ്ലെയിൻ വരുന്നില്ല. അന്നേരത്തേന് അച്ഛന് ഇട്ടുകൊണ്ടിരുന്ന വസ്ത്രമെല്ലാം മുഷിഞ്ഞ് നാറി ഒരു പരുവത്തിലായി. ഇടാൻ വേറെ വസ്ത്രമില്ല. അച്ഛൻ ഈ ആളുകളെല്ലാം അകന്ന് മാറി നിൽക്കുക. കാരണം അവർക്കധികം വസ്ത്രങ്ങളില്ല. അച്ഛനാണ് ഒരുപാട് വസ്ത്രങ്ങളെല്ലാം വാരി ചുറ്റി പൊതിഞ്ഞ് നടക്കുന്നു. അത് തന്നെ അവർക്ക് അകൽച്ച ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അച്ഛന് മനസ്സിലായി വസ്ത്രം മുഷിയുകയും ചെയ്തു. ഈ വസ്ത്രമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. അപ്പോൾ അതേ ആ തുണിയെല്ലാം പറിച്ച് അവിടെ അലക്കി അവിടെ കല്ലുപുറത്തിട്ടിട്ട് അദ്ദേഹം അവരെ പോലെ നടക്കാൻ തുടങ്ങി. അവർക്ക് അല്പം ഇലയും ഒക്കെ ഉണ്ട്, ഇപ്പം അദ്ദേഹത്തിന് അതും ഇല്ല. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ നല്ല അച്ഛൻ, 1-ാം തരം അച്ഛൻ, ഗുഡ്പല പാത്തർ, ഇത്രയും നല്ല അച്ഛനെ കണ്ടിട്ടില്ല. അപ്പോൾ അവരിതാ സന്തോഷമായിട്ട് അവരിങ്ങനെ നടക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴതാ അപ്രതീക്ഷിതമായിട്ട് ആ പ്ലെയിൻ വന്നിറങ്ങി. പ്ലെയിനകത്ത് പൈലറ്റ് മാത്രമല്ല, ബിഷപ്പ് ഇരിപ്പുണ്ട്. അതേ ഓർത്ത് ഏതാണ്ട് സെറിബ്രൽ മലേറിയ ബാധിച്ച് വെളിവില്ലാതെ നടക്കുന്നതാണ്. ഓടിച്ചിട്ട് പിടിച്ച് തുണിയെല്ലാം ഉടുപ്പിച്ച് പിടിച്ചോണ്ട് പോയി. ദൈവമേ, എന്തെല്ലാം അനുഭവങ്ങളാണ് ആ കാടുകൾ ഇതൊക്കെ ആയിരിക്കും പൗലോസ് ശ്ലീഹായൊക്കെ എഴുതി വെച്ചത്. അവരെ നേടേണ്ടതിന് ഞാൻ അവരെ പോലെയായി.
ഇതൊക്കെ അവിടെ ഇരുന്ന് കാട്ടിലിരുന്ന് വായിച്ചപ്പോഴാണ് എനിക്കിതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ സത്യത്തിൽ മനസ്സിലായത്. തിയോളജി ക്ലാസ്സിൽ സെമിനാരിയിലിരുന്ന് പഠിച്ചതിനേക്കാൾ ഏറെ ഞാൻ പഠിച്ചതും വായിച്ചതും തിരുവചനം വായിച്ചതും അത് മനസ്സിലാക്കിയത് കാടിൻ്റെ ഉള്ളറകളിലിരുന്നു കൊണ്ടാണ്. ഞാനിതുപോലെ ഈ കാട്ടിൽ ഇതുപോലെ ഈ പറഞ്ഞൊരു പ്രദേശത്ത് ചെന്നുക, അവിടെ ഇതുപോലെ അവരെ കാണാൻ അവരുടെ റിപ്പോർട്ട് ബിഷപ്പിന് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നു. തിരിച്ചു വരേണ്ട നേരമായപ്പം ഭയങ്കര മഴയാണ്, നടന്നു വരാനായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇപ്പം നടക്കരുത്, ഈ ആറ്റിലെ ഒഴുക്ക് അസാധാരണമാണെന്ന്, ഞങ്ങൾക്ക് പോലും നടക്കാനോ കടന്നു പോകാൻ പറ്റുകയില്ല, അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇരിക്കണം, പോകരുത്. അവരൊക്കെ ചെല്ലുമ്പോൾ അവരാണ് നമ്മുടെ ഗുരു, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, അവിവേകം കാണിക്കരുത്. അപ്പം ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയാൽ കാട്ടിൽ കിടക്കുക. അപ്പോൾ അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ കുറച്ചുകൂടി ഒരു ദിവസത്തെ യാത്ര നടത്തിയ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ വല്ലപ്പോഴും അവിടെ ഒരു പ്ലെയിൻ വരുന്നുണ്ട്, അതിന് കയറിയാൽ അച്ഛൻ്റെ സ്ഥലത്ത് ടൗണിൽ അച്ഛൻ താമസിക്കുന്നിടത്ത് എത്താം. അങ്ങനെ അവിടെ ഞാൻ പോയി കുറേ നാൾ കിടന്നു. ഈ പ്ലെയിനൊന്നും വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ അവരെ രാവിലെ ചുട്ടു തരുന്ന ഒരു ചേമ്പ് ചുട്ടു തരും, ഒരു ചേമ്പും കുറേ പച്ചലയും കുറേ പച്ചവെള്ളവും കുടിച്ച് ഞാനല്ലാതെ നടക്കുക. ഏതായാലും ഇങ്ങനെ നടന്ന് ഞാനും മടുത്തു, എല്ലാ അർത്ഥത്തിലും നടന്ന്. ഒരു ദിവസം ഞാൻ മടുത്ത് അവിടെ ബാപ്റ്റിസ്റ്റുകാർ സഭക്കാർ ഒരു ചെറിയ ചാപ്പൽ പോലെ ചെറിയൊരു പള്ളി ഷെഡൊട്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വേറൊന്നുമില്ല. ഞാൻ അവസാനം മടുത്ത് അതിനകത്ത് പോയി ചുമ്മാ ഇരിക്കുക. അപ്പോൾ അവരുടെ കുറച്ച് ഈ മാസികകളൊക്കെ, ഇംഗ്ലീഷ് മാസികയല്ല, അതിലേക്ക് കിടപ്പുണ്ട്. ഞാൻ ചുമ്മാ നേരം കളയാൻ വേണ്ടി ഒരു മാസിക എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് അതിനകത്ത് ആദ്യം കണ്ടത് ഇതാണ്: അടച്ചിട്ട വാതിലിൻ്റെ ഉള്ളിൽ ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ പേടിച്ച് ഭയചേതരായിരിക്കുകയാണ് ശിഷ്യന്മാർ. കർത്താവ് ഉത്ഥാനത്തിന് ശേഷം ആ അടച്ചിട്ട വാതിലിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ശ്ലാമാ മഗോൻ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ആ വചനഭാഗം എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. ആ കടലാസിൻ്റെ അപ്പുറത്തെ വശത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പത്രോസും സീലാസും വിലങ്ങ് വെച്ച കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് പാതിരാത്രിയിൽ ആരാധന നടത്തുന്ന, സ്തുതിപ്പ് നടത്തുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതും വാതിലുകൾ തുറക്കപ്പെടുന്നതൊക്കെയുള്ള ഭാഗം. ഞാനത് ആ വാതിൽ തുറക്കുന്നത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിരുന്ന ആ കുഞ്ഞു പള്ളിയുടെ വാതിൽ ആരോ പുറത്തുനിന്ന് പൂട്ടി. ഏതോ കൊച്ചു കുട്ടികൾ അവർ കളിച്ചുകൊണ്ടിരുന്ന, ഞാനിരിക്കുന്നൊന്നും കണ്ടില്ല. തുറന്ന് കിടന്ന വാതിൽ അവരടച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഇറങ്ങിപ്പോകാം. പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു, തിരിച്ചു പോകാനുള്ള എൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞതുപോലെയൊക്കെ എനിക്ക് തോന്നി, വാതായനങ്ങളെല്ലാം അടഞ്ഞു പോയതുപോലെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പത്രോസനും സീലാസനും കരങ്ങൾ വിരിച്ച് ഈ പറഞ്ഞ ബന്ധനങ്ങൾ ഉള്ള കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാമെന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് എനിക്കും അതുപോലെ ആരാധിച്ചുകൂടാ? അവിടെ ആരും എന്നെ കാണാനോ കേൾക്കാനോ ശ്രമിക്കാനോ ഒന്നുമില്ല. ഞാൻ ആ മണൽ വിരിച്ച ആ മണലിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് എനിക്കറിയാവുന്ന വിധത്തിലെല്ലാം ഞാൻ യേശുവെ ആരാധിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ, ആരാധന, എനിക്കറിയാവുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ് ഞാൻ ആരാധിച്ച് അവസാനം മടുത്ത് ആ മണലിൽ തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു സ്വരം, ശബ്ദമെല്ലാം കേട്ട് ഞാൻ ഉണർന്നു. നോക്കിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ വരുന്ന സ്വരമാണ്. ഞാൻ ഉടനെ തന്നെ ആ പള്ളിയുടെ മതിലിൻ്റെ പുറത്തോടെയൊക്കെ ചാടി പുറത്ത് വന്നു. ആ നാട്ടുകാരോട് ചോദിച്ചത് എങ്ങോട്ടുള്ളതാണ്? പറഞ്ഞച്ചാ അച്ഛൻ പോകേണ്ട സ്ഥലത്തോട്ടല്ല, അത് ബൈബിള് വിവർത്തനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവരെ പുസ്തകം ഇവിടെ ഇറക്കാൻ വന്നതാണ്. അതിനുശേഷം അവർ അങ്ങ് അച്ഛൻ പോകേണ്ടിടത്തോട്ടല്ല വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി. ഞാൻ നിസ്സഹായനായിട്ട് ചുമ്മാ അവിടെ ഹെലികോപ്റ്റർ അങ്ങറ്റത്ത് കിടപ്പുണ്ട്, അത് നോക്കിക്കൊണ്ട് ചുമ്മാ ഞാൻ കയ്യും കെട്ടി മൈതാനത്തിന് ഇപ്പുറം ചുമ്മാ നിൽക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, കുറച്ച് കഴിയുമ്പോൾ ആ ഹെലികോപ്റ്റർ ഒരു രണ്ടാളുടെ ഉയരത്തിൽ പൊങ്ങിയിട്ട് അവർ പറഞ്ഞ സ്ഥലത്തോട്ടൊന്നും അല്ല അത് പോകുന്നത്, അത് നേരെ എൻ്റെ നേർക്കത് വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന മൈതാനത്തിൻ്റെ പരിസരത്ത്. അതുകൊണ്ട് ആ ഹെലികോപ്റ്റർ അവിടെ നിർത്തി. അതിനുശേഷം അതിൻ്റെ ക്യാപ്റ്റൻ, ഈ പറഞ്ഞ പൈലറ്റ്, ഒരു ഓസ്ട്രേലിയൻ പൈലറ്റാണ്, അദ്ദേഹം ഇറങ്ങി വന്നു. എനിക്ക് ക്ഷയിക്കാനൊക്കെ തരുന്നു. പറഞ്ഞു, അച്ഛന് ഫാദർ ആൻ്റണി ആണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, കാട്ടിലിങ്ങനെ അച്ഛൻ കുടുങ്ങിപ്പോയെന്നോ എന്തോ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടോ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ, ടൗണിലുള്ള അച്ഛൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചേക്കണം, ഒരു ഇന്ത്യൻ അച്ഛൻ ഇങ്ങനെ കാട്ടിലുണ്ട്, പേരൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ യാദൃച്ഛികമെന്നൊരു പദം ദൈവത്തിന് നിഘണ്ടുവിലില്ല. അത് എന്ന് പറഞ്ഞാൽ അതെ, ഞാൻ പറഞ്ഞത് അപ്പം അച്ഛൻ അങ്ങോട്ട് പോകാനാണോ? കയറിക്കോ. എന്നെ അവരെ കയറ്റി 5 ദിവസം നടന്നാൽ മാത്രം എത്തുന്ന സ്ഥലത്ത് വെറും അരമണിക്കൂർ കൊണ്ട് ആ ഹെലികോപ്റ്റർ എന്നെ ഇറക്കി വെച്ചിട്ട് എൻ്റെ സ്ഥലത്ത് ഇറക്കി വിട്ടേച്ചിട്ട് അവരവരുടെ വഴിക്ക് പോയി. ഞാൻ ആ ഹെലികോപ്റ്റർ കണ്ണ് നിറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ ദൈവം കൈവിടുകയാലെന്നുള്ള വലിയ ഉറപ്പ് എനിക്ക് അവിടെ വെച്ച് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഇതാണ് തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ തിരുസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലണം. തിരിച്ചടികൾ വരുമ്പോഴാണ് തിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം.
ഹെസക്കിയ പറഞ്ഞു തരുന്ന മനോഹരമായ ബോധ്യം അതാണ്. തിരിച്ചടികൾ തിരിച്ചു വരാനുള്ള അവസരങ്ങളാണ്. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തോ, നമ്മൾ പ്രകാശത്തിന് പുറംതിരിഞ്ഞാണ് നിൽക്കുക. ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിൽ എന്തോ വഴി മുടക്കി പ്രകാശത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിഴൽ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കിരണങ്ങൾ, കൃപയുടെ വെളിവ് അല്ലെങ്കിൽ കൃപയുടെ അഭിഷേക പ്രകാശം കടന്നു എന്തോ തടസ്സം ഞാനായിട്ടുണ്ടാക്കുന്നുണ്ട്. അത് ആ കൃപയുടെ പ്രവാഹത്തിന് തടസ്സം നിൽക്കുന്ന എന്താണെങ്കിൽ എടുത്തു മാറ്റുക, ബ്ലോക്കുകൾ മാറ്റാനായിട്ട് ശ്രമിക്കുക, പ്രകാശത്തിന് നേർക്ക് തിരിയുക. തിരുസന്നിധി പുറംതിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരിക. ഞാനാണ് വെളിച്ചം എന്ന് പറഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ഇരുട്ടകറ്റുന്നു, നിഴലുകൾ മാറുന്നു, നിരാശകൾ അപ്രത്യക്ഷമാകുന്നു. പ്രൈസ് ദി ലോർഡ്.